Again, welcome back. ഓക്കെ, ഇനി നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം അല്ലേ ഓരോരുത്തർക്കും. എൻ്റെ പേര് ആർച്ച. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഇനി 8th ക്ലാസ്സിലാണ്. കേന്ദ്രീയ വിദ്യാലയ FS ആക്കുളത്തിലാണ് ഞാൻ പഠിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആക്ച്വലി നമുക്ക് എനർജി അല്ലേ തരേണ്ടത്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ വിഷമായിട്ട് വരികയാണെങ്കിലോ. SLE എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെയർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പം നല്ല രീതിയിൽ ഇതിനെ എടുക്കണമെന്നില്ല. പക്ഷേ ഈ കുട്ടി ഇതിനെ ഫേസ് ചെയ്ത രീതി വളരെ അടിപൊളിയായിട്ടായിരുന്നു. മഴവിൽ മനോരമയിൽ പാടാം നമുക്ക് പാടാം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി. RTM അക്കാഡമി എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വൺ ഓഫ് ദ ലീഡിംഗ് മ്യൂസിക്കൽ ഇൻസ്ട്രക്ടർ ആയിട്ട് മാറി. പഠിച്ച സ്കൂള് കേന്ദ്ര വിദ്യാലയത്തിൽ തന്നെ ഒരു ടീച്ചറായിട്ട് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും വിട്ടുകളയേണ്ട ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി അവിടെ നിന്ന് പോരാടി ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. ബൈ ദ വേ, ഈ കുട്ടിക്ക് 25 വയസ്സാവുന്നതേ ഉള്ളൂ. ഇതിനുള്ളിൽ ഫൈനാൻഷ്യലി ഫ്രീ ആയി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പലരും വിട്ടുകളയേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് പോരാടിയ ഒരു വ്യക്തിയാണ്. ഈ കഥ ആക്ച്വലി ആര് കേൾക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് ഫേസ് ചെയ്യാൻ മടിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇനി നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ക്വിറ്റ് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ആക്ച്വലി ഈ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആർച്ചേനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ പറയുന്ന വ്യക്തിനെ എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരാളുടെ കഥ എനിക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയതിൽ ഞാൻ ആക്ച്വലി വളരെ പ്രൗഡാണ്. വെൽക്കം ആർച്ച. Thank you so much, Arjun. That was a very beautiful introduction. He gave me a walk through my life. കുറച്ച് മുന്നേ ഇപ്പോൾ അങ്ങനെ അല്ല. താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ലെറ്റ്സ് സ്ട്രേറ്റ് അവേ ഗോ ടു ദി ക്വസ്റ്റ്യൻസ്. പോകെ വിൽ ടോക്ക് അബൌട്ട് SLE മ്യൂസിക് whatever is happening. ആക്ച്വലി ഈ വീഡിയോ എല്ലാവരും മൊത്തം ഇരുന്ന് കാണണം. കാരണം ഈ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അർച്ച, ഇങ്ങനൊരു ഞാൻ ആ ഡിസീസിൽ ഫോക്കസ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും ഇങ്ങനൊരു ഡിസീസ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സമയത്ത് നമുക്കൊരു പോയിന്റ് ഉണ്ടല്ലോ, ഇനി നമുക്ക് ഭയങ്കര നോർമലായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചങ്ങനെ ഒരു പോക്കില്ല, എനിക്കിങ്ങനെ സംഭവിച്ചു, അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? ആ ഒരു ജേർണി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, വെരി പെയിൻഫുൾ ബാക്ക് സ്റ്റോറി, റൈറ്റ്. അപ്പോൾ I'll start from how this got diagnosed, because it might help a lot of people out there. So basically, the symptoms started to show when എന്താ പറയുക, എനിക്ക് പതുക്കെ നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലാണ് ആക്ച്വലി ഇത് പ്രൊജക്റ്റഡ് ആയിട്ട് കാണിക്കാൻ തുടങ്ങിയത്. എനിക്ക് കുറച്ച് ജോയിൻറ്റ് ഏക്സ് വന്നിട്ടാണ്. ഇപ്പോൾ ജോയിൻ ഏക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു സം പെയിൻ ഇൻ യുവർ ജോയിൻറ്റ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കൊറോണ ടൈം ആയപ്പോൾ ഞാനൊരു ദിവസം റൂമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി നെക്സ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് ഈ പെയിൻ. അപ്പോൾ ഐ തോട്ട് ഓക്കെ, കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ അനങ്ങുന്നതുകൊണ്ടായിരിക്കാം ഈ വേദന. അപ്പോൾ ഐ വാസ് ലൈക്ക് കൊയ് ബാറ്റ് കൽ ചലേ ജായേഗാ. ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെയിനിൻ്റെ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയി തുടങ്ങി. ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി. സാധാരണ ഇറ്റ് വേഴ്സ് ഓഫ് ആ ഒരു ക്രാം പെയിനോ എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ്. പക്ഷേ പെയിൻ ഇൻറ്റൻസ് ആയി തുടങ്ങി കുറച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സി, വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് ഹ്യൂജ്. ദിസ് ഇസ് എ വെരി ബേസിക് തിങ്. കുറച്ച് ജോയിൻറ്റ് പെയിൻ, ഐ ഹാവ് ടു അഡ്രസ് ദാറ്റ്. അങ്ങനെ ഞാൻ വീട്ടിൽ പറയുണ്ടായി. അപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലൊരു കോമൺ ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ, മേ ബി വി ആർ നോട്ട് വർക്കിംഗ് ഔട്ട്, ലോക്ക്ഡൗൺ അല്ലേ, മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കാം. ലോട്ട് ഓഫ് റീസൺസ് വേർ ദെയർ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു മൈ ബേസിക് ആക്ടിവിറ്റീസ് ലൈക്ക് ബ്രഷിങ് മൈ ടീത്ത്. എനിക്കിത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് വാസ് സോ സ്റ്റിഫ്. കാറിൽ കയറിയിട്ട് ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ഞാൻ പറയുമ്പോഴും എൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്, ചേട്ടൻ കേൾക്കുന്നുണ്ട്. ദേ ആർ പുട്ടിങ് ഔട്ട് സോ മെനി അസംഷൻ. പക്ഷെ ഒരു ദിവസം കാറിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഡോർ അടയ്ക്കാൻ പറ്റാത്തപ്പോഴാണ് അച്ഛന് അതൊരു ഓക്കെ, ദിസ് ഇസ് നോട്ട് നോർമൽ. ദെൻ വി സ്റ്റാർട്ടഡ് അവർ diagnosis from there.
രാവിലെ എണീക്കുമ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ബോഡി സ്റ്റിഫ്നെസ് ആണ് ബേസിക്കലി. യു ഹാവ് ഈച്ച് ആൻഡ് എവറി ജോയിൻ്റ് ഇസ് ഏക്കിങ്, റൈറ്റ്? സോ രാവിലെ എണീക്കുമ്പോൾ വളരെ വേദനയോടെ എണീക്കുന്നു. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ ടു get up from bed. Not because I'm lazy, I cannot physically get up from my bed. അപ്പോൾ ഇതൊക്കെ അമ്മ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി തോട്ട് ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹർ. അങ്ങനെ ഒത്തിരി ബ്ലഡ് ചെക്സ് ചെയ്തു. വി തോട്ട് ഓക്കെ, ഇന്ന് വേറൊരു ചെറിയ കണ്ടന്റിൻ്റെ എന്തോ എലിവേഷൻ ഉള്ളപ്പോൾ ഓക്കെ, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോൾ ഡോക്ടേഴ്സ് ഗേവ് സം മെഡിസിൻ, അതിനെ സപ്രസ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ദ പെയിൻ ഇസ് ദെയർ, എവറിത്തിങ് ഇസ് ദെയർ. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു മേ ബി ദിസ് മൈറ്റ് ബി ദ പ്രോബ്ലം. ആൻഡ് വി ട്രൈഡ് ഓൾ ദ റോങ് തിങ്സ്. റോങ് എന്ന് പറയാൻ കാരണമുണ്ട്, വെയിലത്തൊക്കെ നിന്നു. മേ ബി വെയിൽ കൊള്ളാത്തോണ്ടായിരിക്കും. ആ, വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ മാറും. അത് കാരണമല്ല, അങ്ങനെയല്ല. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണമാണോ അങ്ങനെ. ടെസ്റ്റിന്റെ മുകളിൽ രാവിലത്തെ വെയിൽ, ഇന്നൊരു പെർട്ടിക്കുലർ ടൈമിലെ വെയിൽ ഞാൻ കൊള്ളാൻ തുടങ്ങി. സോ ദാറ്റ് യു നോ മേ ബി ബിക്കോസ് ഓഫ് ദിസ് ഐ വിൽ ഗെറ്റ്. ബട്ട് അതൊക്കെ ഒരു റോങ് വേ ആയിരുന്നു എന്നുള്ളതാണ്, ബിക്കോസ് വി വർ നോട്ട് അവെയർ. അപ്പം ആ ഒരു അവയർനെസ്സിന് ഐ എം ഗിവിംഗ് ദിസ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ദിസ് ഹാപ്പൻഡ്. സോ വൺ ഓഫ് മൈ ഡോക്ടർ വൈൽ ഡയഗ്നോസിങ് ഇന്നൊരു പെർട്ടിക്കുലർ LE സെൽസ് ആണോ എന്ന് ഐ ഡോണ്ട് റിമെമ്പർ പ്രിസൈസ്ലി, ഒരു ടെസ്റ്റ് പറഞ്ഞു, സെർച്ച് ചെയ്തു. അപ്പോൾ അത് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി പോസിറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ ANA പ്രൊഫൈൽ എടുത്തപ്പോൾ സം കണ്ടൻറ്റ്സ് വെർ വീക്ക്ലി പോസിറ്റീവ്. അപ്പോൾ ഡോക്ടേഴ്സ് വെർ ലൈക്ക് ഓക്കെ, സോ ദിസ് മൈറ്റ് ബി ടേണിങ് ഔട്ട് ടു ബി ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഞാൻ 12-ലോ 10-ലോ ഒരു ചെറിയ കോളത്തിൽ വായിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൂ. ഐ ഹാവ് നോ അതർ ഇൻഫർമേഷൻ. വെൻ ഐ സെർച്ച് ഇറ്റ് അപ്പ് വാട്ട് ഇസ് ഓട്ടോ ഇമ്മ്യൂൺ, ഇറ്റ്സ് ലൈക്ക് യുവർ ഇമ്മ്യൂണിറ്റി ഈസ് അറ്റാക്കിംഗ് യുവർ ബോഡി, ഐഡൻറ്റിഫൈയിങ് ദ ബോഡി ആസ് എൻ ഫോറിൻ പാർട്ടിക്കിൾ ആൻഡ് അറ്റാക്കിംഗ് ഇറ്റ്. ഐ വാസ് ലൈക്ക് അരേ, ദിസ് സൗണ്ട് വെരി ക്രേസി. എനിക്കിങ്ങനത്തെ അസുഖമൊന്നുമില്ല, എനിക്കിങ്ങനത്തെ അസുഖം ഇല്ല. ദിസ് ഇസ് നോട്ട് ദാറ്റ്, റൈറ്റ്? സോ I was not accepting the reality and I was like no. അപ്പോൾ my parents were like no, autoimmune ആവാൻ സാധ്യതയുണ്ടോ അറിയില്ല, ഇവളെ പോലെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി അങ്ങനെയൊന്നും. പക്ഷെ ഇതിൽ ആക്ടിവിറ്റിയുടെ അതൊന്നും ഒരു റോളേ പ്ലേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആൻഡ് ഇത് കൺഫേം ചെയ്യാനായിട്ട് we did one more test and it turned out to be positive. So now I'm diagnosed with SLE, systemic lupus erythematosus. ലൂപ്പസ് എന്നുള്ള സ്വീറ്റ് നെയിമിൽ എന്നെ അറിയപ്പെടുന്നു. അജിൻ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് റെയർ എനിമോർ. ലൈക്ക് മെനി പീപ്പിൾ നൗഡേസ്, വിമൻ ആർ മോസ്റ്റ്ലി എഫക്റ്റഡ് ബൈ SLE, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് മെൻ ആർ നോട്ട്. വളരെ കുറവ് ശതമാനം ആണ് ആണുങ്ങളിൽ ഇത് കാണുന്നത്, വളരെ കുറവ്. ബട്ട് വിമൻ ആർ മോർ എഫക്റ്റഡ്. ഇത് നമ്മളുടെ ബോഡിലി ചേഞ്ചസ് വരുമ്പോൾ ചില സംഭവങ്ങൾ പ്രൊജക്റ്റ് ആവാൻ തുടങ്ങും. അതായത് മേ ബി ഇറ്റ് വാസ് ഓൾറെഡി ഇൻ മീ ആൻഡ് വെൻ ഐ വാസ് ഗ്രോയിങ് ആൻഡ് ഡ്യൂ ടു എന്താ പറയുക, ഡിപ്രഷൻ, ലോക്ക്ഡൗൺ, നെഗറ്റീവ് എമോഷൻസ് ആൻഡ് സം അതർ സ്റ്റഫ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി, ഇത് പതുക്കെ അത് ബോഡിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ആവാൻ തുടങ്ങി, അങ്ങനെ ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ വന്നു, എന്ത് വന്നു എന്ന് പറഞ്ഞാൽ വന്നു. You don't have a clear clarity. അപ്പം ഫോർ വിമൻ ഐ തിങ്ക് 21 ഇയേഴ്സിലും ചേഞ്ചസ് നടക്കും, 30 ഇയേഴ്സിലും സർട്ടൻ ചേഞ്ചസ് നടക്കും. അപ്പം ആ ചേഞ്ചിൽ ഉണ്ടായ ഒരു ഔട്ട് ബ്രേക്ക് ആയിരിക്കാം. പിന്നെ ഐ ഓൾസോ വാസ് ഗോയിങ് ത്രൂ സം ഡിപ്രസീവ് എപ്പിസോഡ്. ഫസ്റ്റ് തിങ് വാസ് 12th വാസ് ഹാപ്പനിങ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു 12th and 11th. ഐ കുഡൻറ്റ് പെർഫോം വെൽ. ഐ വാസ് ഓൾറെഡി ഹാവിങ് സം അതർ പ്രോബ്ലംസ് ഹെൽത്ത് വൈസ് തന്നെ. അന്നും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മേ ബി ദിസ് മൈറ്റ് ബി എ പ്രൊജക്ഷൻ ഓഫ് ദാറ്റ്. ഓൾ ദീസ് തിങ്സ് വെർ ഹാപ്പനിങ്. അപ്പോൾ അതിനുശേഷം ലോക്ക്ഡൗൺ ഹാപ്പൻഡ് ആൻഡ് ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് യു ആർ ലൈക്ക് വെരി ഡിപ്രസ്ഡ് ബിക്കോസ് ഐ എം എൻ ഔട്ട് ഗോയിങ് പേഴ്സൺ, എക്സ്ട്രോവേർട്ട്. ഐ ഹവ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. എപ്പോഴും വീട്ടിൽ ഞാൻ അങ്ങനെ നിൽക്കാറില്ല. എപ്പോഴും സ്കൂൾ അത് കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രാക്ടീസസ് കാണും. കോളേജിലായിരുന്ന ടൈമിലും ഐ ഗോ ഔട്ട് സൈഡ്, പാട്ട് പരിപാടി, ലൈക്ക് ഐ എം ഔട്ട് സൈഡ് ബേസിക്കലി. ഉറങ്ങാൻ മാത്രം വീട്ടിൽ വരും, അങ്ങനെയായിരുന്നു. But now every time you're inside the room, you can't do anything. So it triggered my 12th-le madum idu ellam kude cherthu, it started to trigger my body. And one final oru davasam adangu porthu kaanichu. നമ്മളുടെ ഉള്ളിൽ നമ്മൾ അടക്കി വെക്കുന്ന എന്താണോ അത് പുറത്ത് മാനിഫെസ്റ്റ് ആവും, ബോഡിലി മാനിഫെസ്റ്റ് ആവും. അതിൻ്റെ ഏർലി പ്രൊജക്ഷൻ ആയിരുന്നു അത്. ദെൻ
സ്ലോലി നമ്മൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ഒരു കൺവേർജിങ് ഐഡിയയിലോട്ട് നമ്മുടെ ഫുൾ ഫാമിലി ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, how will we overcome this particular condition? It's not a disease, it's a condition, right? It is not something which you can get over. കുറച്ച് മരുന്ന് കഴിച്ച് ഇത് മാറും, അങ്ങനെയല്ല. You have this condition, you suppress your what do you say, immunity, or you condition the external factors and internal factors in a way that this is not getting flared up. That is what is happening, right? അപ്പോൾ when I got diagnosed with SLE, എൻ്റെ മുമ്പിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് അലോപ്പത്തി, ആയുർവേദം, ഹോമിയോ, ഇങ്ങനെ കുറേ ഫീൽഡ്സ് ഉണ്ട്, സിദ്ധ, ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. എൻ്റെ ഡോക്ടേഴ്സ് ഒബ്വിയസ്ലി നമ്മൾ നാച്ചുറലി ഒരു പെട്ടെന്നൊരു സാധനം വരുമ്പോൾ യു അപ്രോച്ച് അലോപ്പത്തി, പെട്ടെന്ന് സപ്രസ്സായി കിട്ടാൻ. അലോപ്പത്തി വഴി അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും they said that you have to start to have steroids, HCQ, some medicines are there, very low dose il കഴിച്ചു തുടങ്ങുക, because this is the only way, there is no other way. Okay, you have to have this medicine, you suppress your disease and then you can move on with your life, you can have a very smooth life. And ഇത് പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ വേദന കൂടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റീറോയിഡ് അല്ലെങ്കിൽ മരുന്ന് കൂട്ടും, സപ്രസ് ചെയ്യും, then you become normal. അപ്പോൾ ഈ സ്റ്റീറോയിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഹോൾ ഫാമിലി സ്റ്റാർട്ട് ടു പാനിക്. ഓ നോ വേ മൈ ചൈൽഡ് ഈസ് ഗോയിങ് ടു ടേക്ക് സ്റ്റീറോയിഡ്സ്. ഷീ ഈസ് ഓൺലി 20 years old, 21 years old. ഏജ് എത്രയോ ആവട്ടെ, സ്റ്റീറോയിഡ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല ആർക്കും. അപ്പം സ്റ്റീറോയിഡ് ഈസ് ബേസിക്കലി എ ഫ്രണ്ട് ആൻഡ് എ ഫോ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും കൂടെ പറയാം. ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയാൻ കാരണം, സ്റ്റീറോയിഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ കണ്ടീഷൻസ് വളരെ സപ്രസ്ഡ് ആവും. വി ഫീൽ ലൈക്ക് വി ആർ ഗുഡ് ടു ഗോ. ദാറ്റ്സ് എ സ്റ്റോറി. ആദ്യമായിട്ട് ഇത് ഡയഗ്നോസായി, അങ്ങനെ ഞാൻ അറിയുന്നില്ല ഞാൻ സ്റ്റീറോയിഡാണ് കഴിക്കുന്നതെന്ന്. അപ്പം എൻ്റെ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് ഇത്ര mg കഴിച്ചാൽ മതി, രാവിലെയും വൈകിട്ടും ഇത് കഴിച്ചാൽ മതി, മുടക്കരുത്, ഒരു കാരണവശാലും പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് കട്ട് ചെയ്യല്, യു ഹാവ് ടു ഹാവ് ദിസ്. ഫസ്റ്റ് ഡേ കഴിച്ച സെക്കൻഡ് ഡേ ഐ എം കംപ്ലീറ്റ്ലി നോർമൽ. it was like a magic pill. അപ്പോൾ ഞാൻ അരെ വാ സൂപ്പർ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഐ ആം ഓക്കെ, ഐ ആം ആബ്സല്യൂട്ട്ലി ഫൈൻ. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ടു ഹാവ് ദിസ് പോപ്പ് ദിസ് പറയുന്ന പോലെ ചെയ്തു, ആൻഡ് ഐ എം ബാക്ക് ടു നോർമൽ. കൈയൊക്കെ സൂപ്പറായിട്ട് ഇറങ്ങുന്നുണ്ട്, ഐ ഹാവ് നോ പെയിൻ, ഐ എം അറ്റ് ഈസ്. പക്ഷേ ഈ സ്റ്റിറോയിഡ് എന്തൊക്കെ അണ്ടർലൈനിങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വെച്ചാൽ, യു വിൽ ഹാവ് ഹോർമോണൽ ഇംബാലൻസ്, യുവർ ബോൺ സ്റ്റാർട്ട്സ് ടു ബി ബ്രിട്ടിൽ, you start to gain weight, it induces എന്താ പറയുക ഷുഗർ കൂടാൻ, ഡയബറ്റിക് ആവാനുള്ള ചാൻസസ് കൂടുതൽ, n number of problems ആണ് സ്റ്റിറോയിഡ്. പക്ഷെ മറ്റേ സംഭവം ഓക്കെയാണ്. യു സീ ദി ഡെലിമ, റൈറ്റ്? ഇറ്റ്സ് എ ഫ്രണ്ട് ആൻഡ് എ ഫോ. ദാറ്റ് ഇസ് വൈ ഐ സെഡ് ദാറ്റ്. ഡോണ്ട് ക്രൈ അജുൻ. അല്ല, അത് മൂക്കരിയും. അജുൻ ഇസ് ഓൾറെഡി എമോഷണൽ. കിഡിങ്, റൈറ്റ്? ഓക്കെ, സോ where were we again? അപ്പം എൻ്റെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കരഞ്ഞതല്ല, മൂക്കരിഞ്ഞതാണ്. ഓക്കെ, അപ്പം എൻ്റെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് എടുത്തപ്പം ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർ ഫാമിലി സ്റ്റാർട്ടഡ് ടു ഹാവ് എ ഡിഫറെൻറ്റ് ഐഡിയ. ഓക്കെ, നമുക്ക് വേറെ ഒരു മെഡിക്കേഷൻ ട്രൈ ചെയ്താലോ? ഇപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ, അലോപ്പത്തി ട്രൈ ചെയ്യുമ്പം ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടി പിന്നെയും ഐ എം നോട്ട് ടേക്കിംഗ് ദ ഏജ്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. വാട്ട് യു സേ ദാറ്റ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദം ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ സിദ്ധ മെഡിസിൻ ട്രൈ ചെയ്താലോ. അപ്പോൾ ലൈക്ക് വി അപ്രോച്ച്ഡ് എ ഡിഫറെൻറ്റ് എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പം ഇറ്റ് വാസ് ഫൺ. ഐ ഹാഡ് ടു ഗോ ത്രൂ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഹാർഡ്ഷിപ്പ് ഓപ്റ്റിങ്, ബിക്കോസ് ഒബ്വിയസ്ലി ആയുർവേദ ആയാലും സിദ്ധ ആയാലും അങ്ങനത്തെ ഒരു ഇതിൽ യു ഹാവ് ടു കൺട്രോൾ യുവർ ഫുഡ്, യു ഹാവ് ടു, അത് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ടൈമിങ്, ഇന്ന സംഭവം, അങ്ങനെ സംഭവം, അതൊക്കെ ഐ ട്രൈഡ്. പോസ് ചെയ്യോ? She doesn't know. അത് കൊള്ളാം, നീ ആ ഫ്ലോ കളഞ്ഞു. പോയില്ല. ശലേ? പിന്നത് ഓൾറൈറ്റ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ നമ്മളൊരു കൈ നോക്കി. ഓക്കെ, ഹൗ വിൽ ദിസ് ബി ഓക്കെ?
I mean, like, how will this change her? I mean, we completely want to stop whatever. Okay, before that, there were some underlying diseases for me also. ഈ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആദ്യം ചൂസ് ചെയ്യാൻ കാരണം ഈ SLE ഡയഗ്നോസ് ആയതല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, അതായത് പീരിയഡ്സ് ഇഷ്യൂസ്, മെൻസ്ട്രുവൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, മേ ബി വിൽ ട്രൈ ദിസ്. അങ്ങനെ നമ്മൾ അലോപ്പത്തി ഒന്ന് പോസ് ചെയ്തു. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് പോസ് ചെയ്തിട്ട് വി തോട്ട് ഓക്കെ, ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് വിൽ കം ബാക്ക് ടു ദിസ് എന്നുള്ളൊരു ഐഡിയ വെച്ചു. അപ്പം ഇത് പോസ് ചെയ്തിട്ട് അതിലോട്ട് പോയപ്പോൾ എൻ്റെ സിംറ്റംസ് സ്റ്റാർട്ടഡ് ടു പീക്ക് 10x ടൈംസ്. ഈ പറയുന്ന പല്ലുവേദന ഒക്കെ പോട്ടെ, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലത്തെ എൻ്റെ റിച്വൽ എന്ന് പറയുന്നത്, ഞാൻ കിടക്കും, അച്ഛനും അമ്മയും വരും, എണ്ണ എടുക്കും, കൈയും കാലും ഫുള്ളും തേച്ച് ചൂടാക്കി എനിക്ക് പതുക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി തരും. എന്നിട്ട് എന്നെ പതുക്കെ ലിഫ്റ്റ് ചെയ്യും ബെഡിൽ നിന്ന്, സോ ദാറ്റ് ഐ ആം ഏബിൾ ടു ഈറ്റ്. ബ്രഷ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, ബ്രഷ് ചെയ്യില്ല. അപ്പോൾ വാട്ട് യു ഡു ഇസ് ഇറ്റ് യു കാൺ ബ്രഷ്. അപ്പോൾ അമ്മയോ അച്ഛനോ വന്ന് ബ്രഷ് ചെയ്ത് തരും, ദേ ക്ലീൻ യു വട്ടവർ. അമ്മ ഫുഡ് തരും. അപ്പം അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ എന്നെ കാണുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അയ്യോ, എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ്? അപ്പോൾ അച്ഛനും അമ്മയും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ പറയും, അമ്മോളേതാ ഡൈനിങ് ടേബിൾ ഫുഡ് വെച്ചിട്ടുണ്ട്, നീ പോയി കഴിച്ചേ, യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഐ വിൽ ബി ലൈക്ക്, ഐ കനോട്ട് ഗോ ടു ദ ഡൈനിങ് ടേബിൾ ആൻഡ് ഈറ്റ്, ഐ കനോട്ട് വാക്ക്. അപ്പം അത് നിനക്ക് തോന്നുകയാണ് നീ അതങ്ങനെ ചെയ്താലേ നിനക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല, ചെയ്താലേ പറ്റത്തുള്ളൂ. ഐ വാസ് കംപ്ലീറ്റ്ലി ഓഫ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട ഭക്ഷണം, തരണ്ട. അപ്പോൾ ദേ ലൈക്ക് ഓക്കെ, ലീവ് ഇറ്റ്, ദേ വിൽ ഫീഡ് മീ. പോകെ what happened is that one fine day I started to reject all the food I was having. രാവിലെ കഴിക്കും, വൊമിറ്റ് ചെയ്യും. അപ്പം എന്താ വൊമിറ്റ് ചെയ്ത, ഭക്ഷണം പിടിച്ചില്ല, മനംമറുപ്പാണോ, അങ്ങനെയാണോ, ഐ ഡോണ്ട് നോ, ഐ വൊമിറ്റഡ്. ഈ വൊമിറ്റിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടി തുടങ്ങി. രാവിലെ വൊമിറ്റ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നു, രാത്രി വൊമിറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്നു. ബോഡി ഈസ് നോട്ട് അക്സെപ്റ്റിങ് എനിത്തിങ്. അപ്പം ഇരിപ്പിനൊക്കെ തന്നെ ഞാൻ ബെഡിൽ നിന്ന് സൈഡിലോട്ട് ഫ്ലോറിലോട്ടൊക്കെ ആയിരിക്കും ഞാൻ വൊമിറ്റ് ചെയ്യുന്നത്. ഐ എം നോട്ട് ഏബിൾ ടു. അപ്പോൾ ദിസ് സ്റ്റാർട്ടഡ് ടു പീക്ക് ഭയങ്കര അധികമായിട്ട്. അപ്പോൾ വാട്ട് വി ഡിഡ് ഇസ് ദാറ്റ് ആ ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ പതുക്കെ പോസ് ചെയ്തു. മേ ബി ബിക്കോസ് ഓഫ് ദിസ് ഇസ് ഹാപ്പനിങ്. അങ്ങനെ അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം തന്നെ പറഞ്ഞു, യു ഡു വൺ തിങ്, യു ഗോ ടു ദ അലോപ്പത്തി ഡോക്ടർ, ഫിഗർ ദിസ് ഔട്ട്. ഇത് കാം ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള എന്താ പറയുക റിപ്രൊഡക്റ്റീവ് ഇഷ്യൂസ് വാട്ട് എവർ വി ക്യാൻ സോൾവ് ഇറ്റ് ആഫ്റ്റർ ദിസ്, യു ഡു ദിസ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ഐ ആം ഓൾറെഡി ഹാവിങ് സം മെഡിക്കേഷൻസ്, ഐ പോസ്റ്റ് ഇറ്റ്. ഇതെല്ലാം മൈൻഡിൽ വേണം അല്ലേ. അപ്പോൾ ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. അന്ന് കൊറോണ ടൈം ആയിരുന്നു. 3 തവണ കൊറോണ ടെസ്റ്റ് ചെയ്തു, എന്നിട്ടും നെഗറ്റീവ്. അപ്പൊ കൊറോണ അല്ല. അപ്പൊ ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഷീ ഈസ് വൊമിറ്റിംഗ്. അപ്പം ഒരു പ്രശ്നമില്ലെന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു വിടും. ഞാൻ വീട്ടിലെത്തും, പിന്നെ ഞാൻ കിടക്കും, രാവിലെ എണീക്കും, ഛർദ്ദിക്കും. അപ്പം അച്ഛനും അമ്മയ്ക്കും ഫെഡപ്പ് ആയി. അവർ പറഞ്ഞു, ഡോക്ടർ വി ആർ ഹെൽപ്ലെസ്, വി കാൺ ഡു എനിത്തിങ് അറ്റ് ഹോം, വി ക്യാൻ ഓൺലി സീ ദിസ് ആൻഡ് ഫീൽ ഹൊറിബിൾ. സോ പ്ലീസ്, വി വോണ്ട് ടു ഗെറ്റ് അഡ്മിറ്റഡ്, പ്ലീസ് ചെക്ക് ഹർ ഔട്ട് ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഡോക്ടർ സെഡ് ഓക്കെ ഫൈൻ. അപ്പം എല്ലാം സ്കാൻ ചെയ്യാം, എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയെത്തി. അങ്ങനെ പതുക്കെ എല്ലാം ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളായിട്ട് പ്രൊജക്റ്റ് ആവാൻ തുടങ്ങി. അതായത് ലാർജ് ഇൻറ്റസ്റ്റൈൽ ഒരു ടയർ ഉണ്ട്, വയറ്റിലൊരു അൾസർ പോലെ വന്നു, ബ്ലഡിൽ കുറച്ച് വേറെ ഇഷ്യൂസ്, എൻ്റെ ESR വളരെ ഓഫ് ദി ചാർജ്, 100-120 സംതിങ്, ഇറ്റ് ഇസ് സപ്പോസ് ടു ബി 120 ഓർ സംതിങ്. അങ്ങനത്തെ കുറേ അബ്നോർമാലിറ്റീസ് കണ്ടു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ കുറച്ച് മാസം മുമ്പേ ചെക്ക് ചെയ്ത ഈ SLEയുടെ പോസിറ്റീവ് ആണെന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തില്ല. കാരണം നമുക്കും ഇതൊരു വലിയ സംഭവമായിട്ട് അപ്പോഴും മനസ്സിലായിട്ടില്ല. ദ മൂമെന്റ് ദേ ഹേർഡ് ദിസ് ദേ വർ ലൈക്ക്, യു ഷുഡ് ഹാവ് സെഡ് ദിസ് പെഹലെ, ലൈക്ക് ഏറ്റവും ആദ്യം പറയേണ്ടത് ഇതായിരുന്നു. അങ്ങനെ വാട്ട് ദേ ഡിഡ് ഇസ് ദേ സ്റ്റാർട്ടഡ് ടു ഗിവ് മീ ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ്. അപ്പോഴത്തേക്കും അവിടെ എനിക്ക് വേറൊരു മേജർ പ്രോബ്ലം വന്നതെന്ന് വെച്ചാൽ എൻ്റെ കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്ക് കൂടി. അതൊരു സ്റ്റേജ് 5 കടന്നു, നിയർ ടു ഡയാലിസിസ്. സോ ഐ ഹാഡ് ടു ഡു സം ബയോപ്സി ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇറ്റ് വാസ് ഇൻ ദ എക്സ്ട്രീം സൈഡ്. അപ്പോൾ ഡോക്ടേഴ്സ്
said that she is now having lupus nephritis. Lupus കാരണം എൻ്റെ എന്താ പറയുക കിഡ്നി അഫക്റ്റഡ് ആണ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു ഗിവ് മീ ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ്. അപ്പോഴാണ് ഐ എം റീകളക്ടിങ് ഐ സ്റ്റോപ്ഡ് ദാറ്റ് മെഡിസിൻ വാട്ട് എവർ ദ അതർ ഡോക്ടർ വാസ് ഗിവിങ് ആൻഡ് ദാറ്റ് വാസ് സ്റ്റീറോയിഡ്സ്. സോ സ്റ്റീറോയിഡ്സിന് അങ്ങനത്തെ ഒരു നേച്ചറുണ്ട്, ഒരു അഡിക്ഷൻ പോലെയാണ്. സ്റ്റിറോയിഡ് നമ്മുടെ ബോഡിക്ക് പിടിച്ചാൽ ഇഫ് വി ആർ നോട്ട് ഗിവിങ് സ്റ്റിറോയിഡ്സ് ടു ദ ബോഡി ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ബാക്ക്ലാഷ്. അപ്പോൾ ദാറ്റ് വിൽ എഫക്ട് ഇൻ എ വെരി ബാഡ് ഡ്രാസ്റ്റിക് വേ. അപ്പോൾ അതിൻ്റെ അറിവ് എനിക്കില്ല. സ്റ്റിറോയിഡ്സ് അഗെയിൻ വൺ ഓഫ് ദി ഫോയിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇതാണ് ഈ പറയുന്ന ബാക്ക്ലാഷസ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു ഗിവ് മീ ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ്. കാരണം ബാക്കി ആൻറ്റിബയോട്ടിക്സ് എല്ലാ മരുന്നും ദേ ന്യൂ, എല്ലാ മരുന്നും എന്നിട്ട് അതും ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്. സ്റ്റീറോയിഡ് കഴിച്ചപ്പോൾ ഓക്കെ എല്ലാം ബാക്ക് ടു നോർമൽ. അപ്പോൾ നമുക്ക് അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഫസ്റ്റ് SLE ഫ്ലെയർ. അപ്പോൾ അത് വന്നപ്പോൾ എല്ലാം ഫാമിലി കുറച്ച് ഷുക്കായി. ഓക്കെ, ഇതിൻ്റെ ഒരു റിയാലിറ്റി കണ്ടു തുടങ്ങി. SLE എന്ന് പറയുന്ന ഒരു ഡിസീസിൻ്റെ ഒരു വളരെ ഡെഡ്ലി ഫേസ് കണ്ടു തുടങ്ങി. ഇത് അവിടെ തൊട്ട് ഞാൻ വളരെ ഫാമിലി കളക്റ്റീവ്ലി ഓക്കെ മരുന്ന് ഇങ്ങനെ ഇത് ചെയ്യണം, വേറെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷനും വേണ്ട. എന്നിരുന്നാലും ഉള്ളിൽ അതുണ്ട്. ഓക്കെ, ഷീ ഈസ് ഹാവിങ് കൺസ്യൂമിങ് സ്റ്റീറോയിഡ്സ്, ഷീ ഈസ് ഹാവിങ് ഒരു ഇത്ര നിറയെ മരുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് അത് മറ്റത് മറിച്ചത് ഇങ്ങനെ, ഇതിന് അത് കിഡ്നിക്ക് ഇങ്ങനെ അത്. അപ്പം ഒരുപാട് മരുന്ന് രാവിലെ എണീച്ച് മറ്റേ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. അപ്പം ഇതൊന്നും പിന്നെ എനിക്ക് എൻ്റെ നോർമൽ ലൈഫിലോട്ടും കുറച്ച് ഡോക്ടേഴ്സ് ഗേവ് മീ സം ഇൻസൈറ്റ് ദാറ്റ് SLE ഇങ്ങനത്തെ ഒരു ഡിസീസാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് ലൈഫ്. There are a lot of people who are living with this. You just have to manage. Like ഇപ്പോൾ ഡയബറ്റിക്സ് ഉള്ള ഒരു ആൾ, they are managing this thing. അതേപോലെ you have to manage. You have to control your environment. സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുക, എൻവയോൺമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ വിൽ ബി ഹാപ്പി. അപ്പോൾ ഐ എം ഓൾസോ ലൈക്ക് I still was not able to accept that. I didn't want to accept. അപ്പോൾ ഡോക്ടർ അവിടെ നിന്നാണ് ഈ സൺലൈറ്റിൻ്റെ കാര്യം. എനിക്ക് സൺലൈറ്റ് വളരെ പ്രോബ്ലമാറ്റിക് ആണ്, ഫോട്ടോ സെൻസിറ്റീവ് ആണ്, ആൻഡ് ഓൾസോ സൺ അടിക്കുമ്പോൾ ഇറ്റ് എഫക്ട്സ് യുവർ ബോഡി. അപ്പം ഒരു I think ഒരു 1.5-2 weeks I was admitted. SK ഹോസ്പിറ്റലായിരുന്നു. Everything got cleared. And I came back home. I started to lead my life. ആ പോയിന്റിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അജൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പെർസ്പെക്റ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കറിയില്ല, ഓരോ ആൾക്കാരും ഓരോ ഇൻഫർമേഷൻ ആർജിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയംസ് ഡിഫറെൻ്റ് ആണ്. മേ ബി ബുക്ക് വായിച്ചാവാം, മൂവി കണ്ടാവാം, ഇങ്ങനെ കോൺവെർസേഷനിലൂടെ അവൻ കേൾക്കുന്ന ആവാം. പക്ഷെ എനിക്ക് ഒരു പ്രോപ്പർ പെർസ്പെക്റ്റീവ് ചേഞ്ച് വന്നത് ഞാനത് ജീവിച്ച് കഴിഞ്ഞിട്ടാണ്. ഐ മീൻ ലൈക്ക് through my experience. അപ്പം that was one point when I realized, oh my God, how much things I am taking for granted. How many things. Walking, able to talk, able to eat, able to breathe, able to sing, able to smile, able to enjoy, see each and everything, able to wear a dress ഓൺ യുവർ ഓൺ. ബിക്കോസ് അമ്മയാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നെ. അമ്മയും അച്ഛനും ഒരേപോലെ നിന്നാണ് എനിക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ എവറിത്തിങ്. അപ്പോൾ അത് നടന്നതിൽ ദുഃഖമുണ്ടെങ്കിലും അത് നടന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് നമുക്കൊരു വളരെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പോലെയാണ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജേർണി സ്റ്റിൽ ഗോയിങ്. അപ്പോൾ ദാറ്റ് പെർട്ടിക്കുലർ മൂമെൻറ്റിൽ I had a set of realization that നമ്മൾ എന്തുമാത്രം നമ്മൾ ഓരോ കാര്യത്തിനെ എന്തുമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കണം എന്നുള്ളതും, വിഷമിക്കണമെങ്കിൽ വിഷമിക്കാം, സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കാം. വിഷമിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. വിഷമിക്കേണ്ടതിന് വിഷമിക്കണം, സന്തോഷിക്കണതിന് സന്തോഷിക്കണം, പെയിൻ ഫീൽ ചെയ്യണതിനെ പെയിൻ ഫീല് ചെയ്യണം. കാരണം എൻ്റെ ഒരു റിയാലിറ്റി, ഒരു അൾട്ടിമേറ്റ് എനിക്കൊരു റിയാലിറ്റി മനസ്സിലായെന്ന് വെച്ചാൽ പെയിൻ തരുന്ന ഒരു ലെസൺ അല്ലെങ്കിൽ പെയിൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് ഫ്രൂട്ട്.
അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് അൺകമ്പാരബിൾ ആണ്. സോ ഓൾവേസ് ബി ഹാപ്പി, ബി ചിൽ എന്ന് പറയുമ്പോഴും it is not necessary that you should be happy and chill. You can be sad because it has a reason. It should be like that. You should feel that so that you grow. ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ഫ്രണ്ട്സ് ഒക്കെ ഈ ഇങ്ങനത്തെ ഒരു അർച്ചനെ കണ്ടപ്പോൾ അവരെങ്ങനെയായിരുന്നു? അതേപോലെ ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു ഈ ഹോസ്പിറ്റൽ ഇത്രയും നല്ലൊരു ചെലവായി കാണുമല്ലോ, ആ ചെലവൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? അതും കൂടെ ഒന്ന് പറയാം. ചെലവ് എന്ന് ആക്ച്വലി ആദ്യം മറ്റേ എക്സ്ട്രാ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞിട്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആസ് ഐ സെഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻറ്റേർണലി ഞാൻ ഒരുപാട് ഇത്രയും ഒരു എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു ഡെവസ്റ്റേറ്റിംഗ് സംഭവം നടന്നപ്പം എനിക്കൊരു ഇൻറ്റേർണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ദാറ്റ് മൈ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് എന്നെ ഇങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് പല പല ഫ്രണ്ട്സിൻ്റെ പല പല മുഖങ്ങൾ കാണാൻ പറ്റി. ആരൊക്കെയാണ് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ളതും ആരൊക്കെ ജെന്യുവൻലി നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതും അൺഎക്സ്പെക്റ്റഡ്ലി ആരൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു എന്നുള്ളതും അവരെന്തുമാത്രം നിൽക്കുന്നു എന്നുള്ളതും അങ്ങനത്തെ കുറേ റിയാലിറ്റി ചെക്സ് കിട്ടി. ആൻഡ് ഓൾസോ some of my friends were not able to take that well too. അപ്പം when they saw me like that, they couldn't take the negativity. ആ ഒരു ഇങ്ങനെ കാണാൻ വയ്യാന്ന് പറഞ്ഞാൽ they just left, മനസ്സിലായില്ലേ? They just turned and they didn't want to interfere or accept or didn't want to understand. Some of them didn't knew what I was undergoing or didn't take the time to പേ എന്താ പറയുക, ആ ഒരു ടൈം എടുത്ത് അവളെ അങ്ങനെയൊന്നും ചിലവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേ തോട്ട് ദാറ്റ് ഓക്കെ ഇറ്റ് മൈറ്റ് ബി സം കുറച്ച് ഡിസീസസ് ആർച്ച കാണിക്കുന്നുണ്ടായിരുന്നു, അപ്പം മേ ബി അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ആയിരിക്കാം, അതൊക്കെ മാറും. ചിലവർ ഫേക്ക് പോസിറ്റിവിറ്റി ആയിരുന്നു. ഓഫ് ദാറ്റ് വാസ് ദ മോസ്റ്റ് അനോയിങ് തിങ്. ഐ മീൻ ഐ അപ്രീഷിയേറ്റ് സൈലൻസ്. ജസ്റ്റ് ബി ദെയർ ആൻഡ് ജസ്റ്റ് ലിസൺ, ജസ്റ്റ് ലുക്ക് അറ്റ് മീ. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. സിമ്പതിയും വേണ്ട, എമ്പതിയും വേണ്ട, ഫേക്ക് പോസിറ്റിവിറ്റി ഒന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. എന്നെ ഹെൽപ്പ് ചെയ്യുക വേണമെങ്കിൽ, ഓക്കെ, ഫുഡ് എടുത്ത് തരാനോ ഓക്കെ, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്താലും അതൊരു, അല്ലെങ്കിൽ ചുമ്മാ സംസാരിക്കുക അതും. പക്ഷേ ഫേക്ക് പോസിറ്റിവിറ്റി നോട്ട് എ ഹ്യൂജ് ഫാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പിന്നെ ഞാൻ പതുക്കെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ചില ആൾക്കാർ എടാ അത് എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് ടൈം കിട്ടിയില്ല, അങ്ങനെ. ഐ എം ലൈക്ക് ബ്രോ ഇറ്റ്സ് ഓക്കെ, യു നീഡ് ജസ്റ്റിഫൈ യുവർ സെൽഫ്. ഇഫ് യു ഡിഡ്ന്റ് യു കാൺട്ട്. അപ്പോൾ എനിക്ക് അന്ന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല? എന്തുകൊണ്ട് അച്ഛനും അമ്മയോടും എനിക്കൊരു ദേഷ്യവും ഉണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ അവരും എനിക്ക് ഫേക്ക് പോസിറ്റിവിറ്റി തരുന്നു. മോളെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദേ വർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. യുനോ ദേ ആർ ഇൻറ്റേർണലി അവർ മാനസികമായിട്ട് ഇങ്ങനെ തളർന്നിരിക്കുമ്പോഴും ദേ ആർ ട്രൈങ് ടു മേക്ക് യുനോ ദ ഡോട്ടർ ഫീൽ ഓക്കെ. പറ്റും ഹർഷ, ഇത് ഓക്കെയാണ്, നമ്മളെല്ലാവരും ഉണ്ട് നിൻ്റെ കൂടെ എന്നുള്ളൊരു ആംബിയൻസ് അവർ തന്നെങ്കിലും എനിക്ക് അന്ന് എല്ലാവരെയും ദേഷ്യമായിരുന്നു. ദേഷ്യവും ഡിപ്രഷനും ഇഷ്ടമില്ലായ്മയും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പാട്ട് കേൾക്കില്ലായിരുന്നു ഞാൻ, ബിക്കോസ് എനിക്ക് കേൾക്കണ്ട. പാട്ടിനോട്, എൻ്റെ പാഷനോട് എനിക്ക് ദേഷ്യം. ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല. സംസാരിക്കണമെങ്കിൽ ഇവിടെ വരണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ സംസാരിക്കണ്ട. അങ്ങനെയൊക്കെ ഒരു വളരെ വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ദിസ് ഇസ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സിനേറിയോസാണ്. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പതുക്കെ ആൾക്കാർക്ക് മനസ്സിലായി ഓക്കെ കുറച്ച് ഇതായിരുന്നു. സ്റ്റാർട്ടഡ് ടു ടോക്ക്. ഇനിഷ്യലി ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ സിനേറിയോസ് കഴിയുമ്പോഴെപ്പോഴും ഞാൻ ആൾക്കാരെയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഭയങ്കര ഇൻട്രോവേർട്ടാവും, ഭയങ്കര OCD വരും, ഭയങ്കര ക്യാരക്ടറൽ ഷിഫ്റ്റാണ്, ഭയങ്കര എന്താ പറയുക സ്പിരിച്വൽ ഒരു എംബ്രേസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആരോട് സംസാരിക്കേണ്ട, എനിക്ക് ആരോട് ഇത് ചെയ്യേണ്ട, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇത് മതി, എനിക്ക് അത് ആരും ടാമ്പർ ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഡൈല്യൂട്ടായി, പിന്നെ ഐ വിൽ ഫൈൻഡ് മൈ നോർമൽസി ആൻഡ് ഐ വിൽ ടോക്ക് ടു പീപ്പിൾ നോർമലി. അപ്പോൾ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫ്ലെയർ അപ്പ്. ആൻഡ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് ഇത്രയും ഭയങ്കര ടഫ് ടൈമായിരുന്നു എനിക്ക്. ഫാമിലി എല്ലാവരും ആർച്ച കുറേ ബുദ്ധിമുട്ടി, ഇനി മോക്ക് അങ്ങനെ ബാഡൊന്നും സംഭവിക്കില്ല, ഇനിയെല്ലാം മോളുടെ ലൈഫിൽ ഓക്കെ ആയിരിക്കും. Little did I know this was just a sample or a trailer from whatever movie I have created till now. അപ്പോൾ അത് കഴിയുമ്പോൾ എൻ്റെ സ്റ്റീറോയിഡിൻ്റെ ഡോസ് കുറയ്ക്കുന്നു.
ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നു. ഐ വാസ് ഡൂയിങ് എ ജോബ് ദർ. I was living with my brother, my cousin. We were having a fun, happy life. Then I thought of I wanted to go beyond. അതുകൊണ്ട് I quit the job. I came back here. അപ്പോഴാണ് എൻ്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫൈനാൻസും കൂടെ ഒന്ന് പറഞ്ഞിട്ട്. ഫൈനാൻസ് വളരെ ഐ തിങ്ക് ഇറ്റ് കോസ്റ്റ് അറൗണ്ട്, ഇറ്റ് വാസ് നോട്ട് വെരി എക്സ്പെൻസീവ്, കോസ്റ്റ് അറൗണ്ട് 2 to 3 lakhs ഐ ഗെസ്. ഇറ്റ് വാസ് മാനേജബിൾ, ഇറ്റ് വാസ് മാനേജ്ഡ് ബൈ മൈ ഫാമിലി. അപ്പം SK നിന്ന് ഇറങ്ങിയപ്പോൾ finances were manageable. It was around 2 to 3 lakhs or something. It was okay. It was manageable at that time. It was managed and there were a lot of people to help too. But then it was handled. അങ്ങനെ things are settling in. പിന്നെ ഞാൻ normalcy കണ്ടുവരുന്നു. I'm going to Bangalore. I'm working. I worked for around 10 to... Sorry. I'm going to Bangalore. I worked around 8 to 10 months and I came back. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വെഡിങ് was happening. So we were going to Madhya Pradesh. All these things are happening and I'm super excited. I'm over excited because ഞാനും എൻ്റെ ചേട്ടൻ്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടിലം ബോണ്ടാണ്. നമ്മൾ ഇറീപ്ലേസബിൾ ആണ്. നമ്മളല്ല, ഓ മൈ ഗോഡ്, ഇതൊക്കെ എൻ്റെ ചേട്ടൻ ചിരിക്കും. ബട്ട് ദറ്റ് സ്റ്റിൽ കട്ട്. ഓക്കെ, സോ അമ്പാടി ചേട്ടൻ്റെ എൻ്റെ ബ്രദറിൻ്റെ വെഡിങ് സിനറീസ് വെർ ഹാപ്പനിങ്. ഐ വാസ് വെരി എക്സൈറ്റഡ്. ഐ വാസ് റണ്ണിങ് ഇങ്ങനെ. അപ്പോൾ ഈ ഓട്ടത്തിലും ചാട്ടത്തിലും എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല. പണ്ടേ കുഞ്ഞിലെ അങ്ങനെ ഒരു ട്രീറ്റ് ഞാൻ കാണിക്കാറുണ്ട്. അതായത് മരുന്ന് കഴിക്കുന്നത് ഇറ്റ്സ് ഫോർ ദ വീക്ക്. അപ്പോൾ ഞാൻ ഈ ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വന്നു, ഒരു വർഷമൊക്കെ എടുത്ത് ഞാൻ നോർമൽസിയൊക്കെ എത്തിയെങ്കിലും ആഫ്റ്റർ ദി SK മൈ ലൂപ്പസ് നെഫ്രൈറ്റിസ് എപ്പിസോഡ് I slowly started to skip my medicines. Okay, I was having immunosuppressants. അപ്പോൾ അതൊക്കെ പതുക്കെ സ്കിപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലുള്ള അസുഖം അത് പിന്നെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ മരുന്ന് സ്കിപ്പ് ചെയ്തപ്പോൾ ബോഡിയിലെ ചതവുകളും വേദനകളും ഒക്കെ കൂടി തുടങ്ങിയാൽ അതും വച്ചുകൊണ്ട് ഐ വാസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അപ്പം ഐ വാസ് ഡൂയിങ് മൈ മാക്സിമം. അങ്ങനെ പോകെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പാടി ചേട്ടൻ്റെ എൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞതോടെ എൻ്റെ സിംറ്റംസ് എല്ലാം ഭയങ്കര അധികം പ്രൊജക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വി വർ ലൈക്ക് ഓക്കെ, എന്തായാലും സ്റ്റിറോയിഡ്സ് ഒക്കെ നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 1 year 2 year എന്തോ ആവാൻ പോകുന്നു. നമുക്കെന്നാൽ ഇനി അങ്ങനെ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവില്ലല്ലോ, കാരണം അബ്രപ്റ്റ് ആയിട്ട് നിർത്തുമ്പോഴാണ് സ്റ്റിറോയിഡ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഗ്രാജുവലി ഡയൽ ഡൗൺ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ വി സ്റ്റാർട്ടഡ് ആൻ അതർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആൻഡ് ദാറ്റ് വാസ് the most bad decision I have taken in my life, I would say, because it took me near death and somehow God pulled me back from that. So അത് കഴിഞ്ഞിട്ട് what is happening is that രണ്ടാമത് സിംറ്റംസ് പീക്കായപ്പോൾ സെയിം സിനറിയോസ് എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. പണ്ടത്തെ പോലെ എല്ലാം പ്രശ്നങ്ങളും വരുന്നുണ്ട്. എനിക്ക് ചിലതൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് ഡോട്ട്സ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് ബ്ലാക്ക് ഔട്ടൊക്കെ ആവും. എനിക്ക് ചില സമയത്ത് ബെഡിൽ ഇരിക്കുമ്പം എനിക്ക് കിടക്കാൻ പറ്റില്ല, അപ്പോൾ വീഴും. അപ്പം അറിയാം ബെഡിലാണ് ലാൻഡ് ആവുന്നത്. കാരണം വാഷ്റൂമിൽ പോകാനായിട്ടോ യൂറിനേറ്റ് ചെയ്യാൻ പോലും എനിക്ക് എണീക്കുമ്പോൾ എനിക്ക് തല കറങ്ങും. അപ്പോൾ അങ്ങനത്തേക്കൊരു അവസ്ഥയിലോട്ട് വന്നു. ബിക്കോസ് എൻ്റെ ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷനിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഫുഡ് റെജീമായിരുന്നു. ആൻഡ് ഐ വാസ് ഫോളോയിങ് ഇറ്റ്. ബേസിക്കലി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ജസ്റ്റ് ഹാവിങ് അവോക്കാഡോസ് എവറി ഡേ. ആൻഡ് അതും ഞാൻ വൊമിറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് അതും കഴിക്കാത്തൊക്കെ അവസ്ഥയായി. അങ്ങനെ വൺ ഫൈൻ ഡേ, ദിസ് ഇസ് എ സെക്കൻഡ് സിനറി ഐ എം ടോക്കിംഗ് അബൌട്ട്. ദാറ്റ് വാസ് ഫസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മൈ ഫ്രണ്ട് വാസ് ദെയർ വിത്ത് മീ. ഷി വാസ് ഗോയിങ് ടു UK, ബട്ട് ബിഫോർ ദാറ്റ് ഷി വാസ് വിസിറ്റിംഗ് മീ. അപ്പോഴത്തേക്കും ഐ വാസ് ലൈയിങ് ഓൺ ഹെർ ഷോൾഡേഴ്സ്. ഐ കുഡൻറ്റ് സ്പീക്ക്. ഇവിടെ പകുതി ഭാഗമായിട്ട് കുഴയുന്ന പോലെ തോന്നി. അപ്പോഴത്തേക്കും സിൻസ് I was near her shoulder, I said, I'm not feeling well. Can you just tell my parents? So what she did is that she took me, she lied me down and she told my achama, auntie, avukku korchonnum samsarikkan endho pattunnilla, ഒന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കൊണ്ടുപോവോ, നമുക്കത് നോക്കാം. അപ്പോൾ അച്ഛനും അമ്മയും പാനിക് ചെയ്തു. അങ്ങനെ അവർ നേരെ SK കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഷീ സ്റ്റോപ്പ് ദ മെഡിസിൻസ് ബിക്കോസ് they cannot handle a case like that. കാരണം ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ട്സ് വന്നു. ബ്ലഡ് റിപ്പോർട്ട്സ് എടുത്തപ്പോൾ എൻ്റെ HP 4.9.
platelet count 10,000, tissue damage extreme into 20, not even like 5 or 10, it's like into 20. All the damages are like into 20, into 15, into 10 എന്നുള്ള റേഷ്യോയിൽ കണ്ടപ്പോൾ ഒരു ഹോസ്പിറ്റലിനും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഷുവറാണ് ഇറ്റ്സ് നോട്ട് ദിസ്, വി കനോട്ട് ഹാൻഡിൽ ദിസ് സിനാരിയോ. അങ്ങനെ നേരെ കിംസിൽ കൊണ്ടുപോയി. അയ്യോ, അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എഗെയിൻ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു സിനേറിയോ ആണ് അവിടെ. ഐ ഗോട്ട് അഡ്മിറ്റഡ് straight away to MD ICU. They checked me out. They said that this is one very extreme case we are facing right now, because SLE കാരണം എനിക്ക് TTP എന്ന് പറയുന്ന ഒരു അസുഖം ഇൻവൈബ് ചെയ്തു. TTP is thrombotic thrombocytopenic purpura. It is a very very rare blood disorder. അതിന് കുറേ ഇതുണ്ട്, എന്താ പറയാനാ, an explanation ഉണ്ട്. I don't know if this is a good place to explain that, but it's a very very fatal blood disorder. അപ്പം അണ്ടർലൈനിങ്ലി ഐ ഹാവ് SLE, on top of that I have this also. സോ എന്ത് സോൾവ് ചെയ്യണം? അപ്പോൾ നേരെ തന്നെ SLE ഉള്ള കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരെ അവർ ഞാൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് 10 mg 5 mg സ്റ്റീറോയിഡ്സ് ആയിരുന്നു. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ദേ ഗേവ് മീ 1 gram into 1000, എവറിത്തിങ് ഇൻ ടു ദ എക്സ്ട്രീം, സോ ദാറ്റ് ഇത് പെട്ടെന്നൊന്ന് സപ്രസ് ആവട്ടെ. നോ റെസ്പോൺസ്. അപ്പം സ്റ്റീറോയിഡ്സിൽ നോ റെസ്പോൺസ് എന്ന് കണ്ടപ്പോൾ ഡോക്ടേഴ്സ് വെയർ ലൈക്ക്, ഓക്കെ, നൗ വി ഡോണ്ട് നോ വാട്ട് ടു ഡു. Genuinely we don't know what to do, because this is the best thing we can do. അപ്പം they took the sample. അതിൽ വേറെ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു കുറവ് കണ്ടപ്പോഴത്തേക്കും അങ്ങനെയാണ് അവർ അസ്യൂം ചെയ്തത് ദിസ് മൈ ബി TTP. അങ്ങനെ ദേ സ്റ്റാർട്ടഡ് എ ഡിഫറെൻറ്റ് മെഡിക്കേഷൻ. ദേ ടൂൾ ദെൻ നമുക്കൊരു ഇതിൽ കുറച്ച് ആംബിഗ്വിറ്റി ഉണ്ട്. കാരണം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. എനിക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രിസൈസ്ലി ഓർമ്മയില്ല. അപ്പോൾ ഒരു ടൈം ലൈൻ ഡിഫറൻസ് വരും. പക്ഷേ ഇറ്റ്സ് നോട്ട് റോങ്, ദിസ് ഇസ് റൈറ്റ് ഓൺലി. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്തപ്പോൾ ദേ സ്റ്റാർട്ടഡ് എ ട്രീറ്റ്മെൻറ്റ്. അപ്പം അതിൽ പ്ലെക്സ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പ്ലാസ്മഫെറേസിസ് പ്ലെക്സ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ പ്ലെക്സ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ യു ടേക്ക് ബ്ലഡ് ഔട്ട് ഫ്രം യുവർ സിസ്റ്റം, യു റീപ്ലേസ് എ പ്ലാസ്മ ഫ്രം സം അതർ ബ്ലഡ് ആൻഡ് ഇറ്റ് ഇസ് പുട്ട് ബാക്ക് ഇൻ ടു യുവർ ബോഡി. അപ്പം എനിക്കിവിടെ ഇവിടെയാണ് ഒരു സെൻട്രൽ ലൈൻ ഇടും. അങ്ങനെയാണ് ഒരു ട്യൂബ് ഇട്ടിട്ട് ഡയറക്ട്ലി ഗോസ് ടു യുവർ ഹാർട്ട്, ഇറ്റ് കളക്ട്സ് ദി ബ്ലഡ്. അതൊരു സെൻട്രിഫ്യൂജിൽ കൂടെ പോയി ആൻഡ് ദീസ് തിങ്സ് ഹാപ്പൻ ആൻഡ് ഗുഡ് ബ്ലഡ് ഈസ് ബീൻ പംപ്ഡ് ഇൻ. അന്ന് എനിക്ക് ബ്ലഡിൻ്റെ കുറേ നീഡുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബോഡിയിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഭാഗവും ഇല്ല. ഇവിടെ തലയിൽ 3 ഹീറ്റ് സ്ട്രോക്ക്, കണ്ണിൽ എന്തോ ബ്ലീഡിങ്, ടിഷ്യൂ ഡാമേജ് അറിയാമല്ലോ. അപ്പം ഇത് അവർ അറിഞ്ഞതിന് ശേഷം പിന്നെ ഐ വാസ് 1 വീക്കിൽ ഫുൾ ബെഡിൽ തന്നെയായിരുന്നു, നടക്കാനൊന്നും ഇതില്ല. ആൻഡ് ഐ കുഡൻറ്റ് അഫോർഡ് ബ്ലീഡിങ് ആൻഡ് ഐ വാസ് മാൽന്യൂട്രീഷൻഡ് ഓൾസോ, ബിക്കോസ് ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ലൈക്ക് ദിസ് എവറിത്തിങ് ഈസ് ന്യൂ. എൻ്റെ ബോഡിയിൽ ഇപ്പോൾ എന്തും ന്യൂ ആണ്. ഒരു മരുന്ന് കൊടുത്താൽ തന്നെ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് വരെ ഒരു ന്യൂ സംഭവമായിട്ട് വളരെ ഒബ്സർവൻ്റ് ആയിട്ട് എന്നെ കിംസിലെ ട്രീറ്റ്മെൻറ്റ് വാസ് വെരി ഗുഡ്. ദേ ടുക്ക് വെരി ഗുഡ് കെയർ ഓഫ് മീ. MD ICUവിലായിരുന്നു ഞാൻ. എല്ലാ ദിവസവും MD ICUവിൽ 1 ആയിരുന്നു എൻ്റെ റൂം നമ്പർ. സോ എനിക്ക് ഇങ്ങനെ പല റൂംസിൻ്റെ പുറത്തുനിന്ന് വരുന്നത് കാണാൻ പറ്റും ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ ഐ വിൽ ബി സംടൈംസ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഐ വിൽ ബി സ്മൈലിംഗ് അറ്റ് ദ ഡോക്ടേഴ്സ്. ദേ വിൽ ബി ഹാപ്പി ടു സീ മീ. ദേ വിൽ ലൈക്ക്, ദിസ് ഇസ് ഓൺലി പേഷ്യൻ്റ് ഐ സീ സ്മൈലിംഗ്. But what I see is that I cannot sleep, first of all. So many deaths happen every day. ഒരു സിൽവർ ബോക്സ് പോവും, ഒരു സിൽവർ ബോക്സ് വരും. So I knew somebody died. Maybe because of accident, maybe because of old age, maybe because of cancer, lot of things. അപ്പോൾ മരണം ഉറപ്പ് അല്ലെങ്കിൽ ഒരു 60 to 70% ചാൻസ് ഉള്ളവരെയാണ് അവിടെ ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് ദിവസവും ഒരു ഇന്നുണ്ട്, നാളെ എനിക്ക് ഇന്നും ജീവനുണ്ട്, ഓക്കെ, ഇന്നും ഞാൻ എങ്ങനെയോ ജീവിക്കുന്നു. അങ്ങനെ നമ്മളൊരു സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ഫണ്ണി വേയിൽ നോക്കി അങ്ങനെ കാണാം. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ദിസ് വാസ് മൈ റിയാലിറ്റി ഫോർ at this period of time. അങ്ങനെ ആഫ്റ്റർ റെഗറസ് എന്താ പറയുക, ഈവൻ ദോ പ്ലെക്സ് ചെയ്യുമ്പോഴും the one day എൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് ആർ ഇൻക്രീസിങ്.
ഇറ്റ് ബിക്കെയിം 60. അപ്പോൾ 60K ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് വീട്ടുകാരെല്ലാവരും. ഓ യെസ് 60K. അപ്പോൾ അമ്പാടി ചേട്ടൻ ഓ ത്രൂ ദിസ് ജേർണി മൈ ബ്രദർ, മൈ ഗോഡ്, ഐ ഡോണ്ട് തിങ്ക് അതൊന്നും എത്ര ഞാൻ പറഞ്ഞാലും എത്ര അജിൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാലും അത് ക്യാപ്ചർ ആവില്ല. കാരണം he was the whole thing. He was handling my finances, he was handling my parents, he was addressing other people who were inquiring, he was addressing the doctors. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ടു ഹാൻഡിൽ മീ ആണ്. കാരണം ഐ ആം എ ഫ്രൈറ്റൻഡ് ചൈൽഡ്. സോ ത്രൂ ദിസ് ജേർണി I was admitted in KIMS for around 1 month, near to 1 month. ഓരോ ഡേയും അഡ്വഞ്ചറാണ്. കാരണം എൻ്റെ എല്ലാ റിപ്പോർട്ട്സിനെയും വളരെയധികം ഞാൻ കുടിക്കുന്ന വെള്ളം, ഞാൻ എന്തുമാത്രം യൂറിനേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റി, ലൈക്ക് എവറിത്തിങ് ഈസ് കളക്റ്റഡ്. മനസ്സിലായില്ലേ? എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, എന്തൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയം ആയിട്ട് വർക്ക് ചെയ്തത് എൻ്റെ ബ്രദർ ആണ്. ഹീ ഈസ് മൈ എവറിത്തിങ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ, എൻ്റെ ഫ്രണ്ട് എല്ലാമായിട്ട് ഒരു വളരെ സ്ട്രോങ് ഹ്യൂമനെ പോലെ എനിക്ക്, അഫ്കോഴ്സ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഒബ്വിയസ്ലി ദർ ഷുഡ് ബി സം വൺ, ആൻഡ് അതിൽ ഫസ്റ്റ് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഹീ വാസ് എ മീഡിയം ഫോർ ദി ഡോക്ടേഴ്സ് ഓൾസോ ടു കമ്മ്യൂണിക്കേറ്റ് ടു മീ. ഓക്കെ, എല്ലാം ഒബ്സർവ് ചെയ്യണം വാട്ട് ഈസ് ഹാപ്പനിങ്, ബിക്കോസ് എനിക്ക് മെമ്മറി ഒന്നും ഇല്ല. അപ്പം ഹി വാസ് ടേക്ക് കെയറിങ് ഓഫ് മീ ബിക്കോസ് മൈ പേരൻസ് they were so gone, devastated, that they were not able to even see me. എന്നെ കാണുമ്പോൾ പോലും അവർക്ക് പറ്റുന്നില്ല. So they were not able to handle it well, but they were there obviously. പക്ഷേ എന്തൊരു ഇമോഷണൽ, അതായത് ഒരു ഫാമിലിയിൽ 4 പേരുള്ള ഒരു ഫാമിലിയിൽ ഏറ്റവും ഇളയ സന്തതിയാണ് ഞാൻ. അപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് ഉൾക്കൊണ്ട് എല്ലാവരും എമോഷൻ, അച്ഛൻ്റെ എമോഷൻ, അമ്മയുടെ എമോഷൻ, ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ, എന്നെ വളരെ ഇഷ്ടമുള്ള ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്. എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, അവരെയും ഹാൻഡിൽ ചെയ്ത് അവരെയും സമാധാനിപ്പിച്ചു. ചേട്ടൻ സ്വയം സമാധാനിച്ചു. അങ്ങനെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ബ്രദർ അമ്പാടി. സോ ഹി വർക്ക്ഡ് ആസ് എ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി am I going on loops? It's fine, right? Okay. So each day ഓരോ ചേഞ്ചസ് കാണുമെങ്കിലും the sad part was that next day പിന്നെയും ബാക്ക് ടു നോർമൽ റിസൾട്ട്സ് വരുന്നു. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു, അല്ലെങ്കിൽ ഇന്ന ഫങ്ഷൻസ് കുറയുന്നു, എൻ്റെ HP കൂടുന്നില്ല, അത് പിന്നെയും കുറയുന്നു. ആക്ടിവിറ്റി കൺട്രോൾഡ് ആവുന്നില്ല. ബിക്കോസ് മൈ ഇമ്മ്യൂണിറ്റി വാസ് സോ സ്ട്രോങ് ദാറ്റ് മൈ SLE ആക്ടിവിറ്റി വാസ് വെരി സ്ട്രോങ്. ബിക്കോസ് ഐ എം വെരി യങ്. വെൻ ഐ വാസ് അഡ്മിറ്റഡ് ഐ വാസ് 23 years old. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ല ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സാധനം. എന്നെ സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റി അങ്ങനെ ആവാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ഡിസ്ട്രോയ് മൈ ഹോൾ ബോഡി. സോ ഇമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ്ലി നശിപ്പിക്കാനൊരു പ്ലാൻ ഇട്ടു. ദാറ്റ് വാസ് റിറ്റൂക്സിമാബ് എന്ന് പറയുന്നൊരു ഡ്രഗ് ഞാൻ ഇൻടേക്ക് ചെയ്തു. അത് പല അസുഖങ്ങൾക്കും കൊടുക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്, ഇങ്ങനത്തെ ഈവൻസിനും കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സെൽസിനെ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. സോ ദാറ്റ് ദിസ് ആക്ടിവിറ്റി ഈസ് ബീൻ കൺട്രോൾഡ്. ആ ടൈമിലൊക്കെ എനിക്ക് കുറച്ച് ഹെയർ ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി എൻ്റെ ഹെയറിൽ കുറച്ച് വേറെ ഒരു സംഭവം ചെയ്തപ്പോഴും കുറച്ച് സ്റ്റിക്കി ആയിട്ട് വന്നിട്ട് അത് ഇളക്കാനും പറ്റില്ല. ആൻഡ് കുറേ പാടുകളും ചതവുകളും ഉണ്ടായിരുന്നു. ഫേസ് ഫുള്ളും ബ്ലാക്ക് ആയി തുടങ്ങി. വിഷ്വലി ഐ വാസ് ലുക്കിംഗ് ലിറ്റിൽ വെരി വാട്ട് യു സേ നോട്ട് ഗുഡ് ലുക്കിംഗ്. കുറച്ച് ബ്ലാക്ക് മാർക്സും കാര്യങ്ങളും, ചെവിയൊക്കെ ഫുൾ ഇരുണ്ടും അതേപോലെ ചതവൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു shave my whole head, and this is my 2-year hair. After that I regrew my hair. So that is all very peripheral. It has nothing to do with this. Appo adellam kazhinju, and finally one fine day after
11 സെഷൻസ് ഓഫ് പ്ലെക്സ്. ഈ ട്രീറ്റ്മെൻറ്റിന് പൊതുവേ ഒരു 4 സെഷൻസ് ചെയ്യുമ്പോൾ ഓൾറൈറ്റ് ആവേണ്ടതാണ് ഒരു ആളുടെ ഓൾമോസ്റ്റ് എല്ലാം ബ്ലഡിലും ഇത്. പക്ഷേ എനിക്ക് ഇത്ര ഇൻറ്റൻസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് 1 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, 4 ചെയ്തു, 5 ചെയ്തു, 6 ചെയ്തു, 7 ചെയ്തു, 8 ഒന്നും അത് റിഫ്ലക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിന് ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹോപ്പ് ഉണ്ട്, ഹോപ്പ് ഇല്ലേന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ എനി വിച്ച് വേസ് പല 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 പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കാരണം ഒരു 11 സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പം മൈ റിപ്പോർട്ട് സ്റ്റാർട്ടഡ് ടു ബി സ്റ്റേബിൾ. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് were like, oh my god, they felt this was some kind of miracle. എൻ്റെ ലൂപ്പസ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് വാനിഷായി, അത് എന്നെ അലട്ടുന്നില്ല. ആൻഡ് ഐ വാസ് ഷോയിങ് എക്സെപ്ഷണൽ റിക്കവറി. ഭയങ്കര റിക്കവറി ആയിരുന്നു, പെട്ടെന്ന് റിക്കവറായി. ഞാൻ ബെഡ് റിഡൺ ആയ ഞാൻ ഫിസിയോ ചെയ്താണ് ഞാൻ പിന്നെ നടക്കാനൊക്കെ തുടങ്ങിയത്. ഫിസിയോ ഒരു 1 വീക്ക് ഓളം ചെയ്തു. ബട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ ആരുടെ സഹായമില്ലാതെ നടക്കുകയാണ്. നോർമലി ഐ എം ഡൂയിങ് തിങ്സ്. അപ്പോൾ ഡോക്ടേഴ്സ് വെയർ ഓൾസോ യു ആർ റിക്കവറിങ് സോ വെൽ, സോ ഗുഡ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തൊക്കെ മരുന്ന് മന്ത്രം ഉണ്ടെങ്കിലും യു ആർ ദ വൺ ഹൂ should be here. Like your mind is a huge thing which should be here. മൈൻഡ് ഇൻടാക്റ്റ് ആയിരിക്കണം. മൈൻഡിന് ഇത്രയും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വേദന, ഇത് നമുക്കൊരു പോയിന്റ് ഉണ്ടാകും, എന്തിനിങ്ങനെ ജീവിക്കുന്നത്, അങ്ങ് നമുക്ക് ഈ സഫറിങ് ഒക്കെ എൻഡ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മൈൻഡ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഇറ്റ് വിൽ എൻഡ്. കാരണം മൈ ബോഡി ഹാസ് റീച്ച് ദാറ്റ് പോയിന്റ്. പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോയില്ല, എന്തോ പോയില്ല. എന്തുകൊണ്ട് ആ ചിന്ത വന്നില്ല എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ ഫാമിലി, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ദേ ആർ ലൈക്ക് നോ, ഐ ഹാവ് ടു ലിവ് അറ്റ്ലീസ്റ്റ് ഫോർ ദം. എനിക്ക് വേണ്ടെങ്കിലും അവർക്ക്, കാരണം അവരുടെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ വിഷമം ഇസ് ഓക്കെ ഫോർ മീ, ബട്ട് ഐ കനോട്ട് മേക്ക് ദം അൺഹാപ്പി ഓർ സാഡ് ഓർ ഡിപ്രസ്ഡ് ഓർ വാട്ട് എവർ. സോ അങ്ങനത്തെ ഒരു തോട്ട് എന്നെ മൂവ് ചെയ്തു. ജീവിക്കണം, സമ്മതിക്കൂല, പറ്റത്തില്ല, ഐ ഹാവ് ടു ലിവ് എന്നുള്ളൊരു strong feeling gave me this, took me from this dreadful condition. And from then it took 1 year for me to find normalcy. I was not able to, ഞാൻ എല്ലാം മറന്നു. മനുഷ്യരുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ത് സംസാരിക്കാം, എങ്ങനെയാണ് സംസാരിക്കുന്നത്, പേരുകൾ മറന്നു, ഇവൻറ്റ്സ് മറന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് മറന്നുപോയി. കാരണം ഫോർ 3 years ഞാൻ എന്തായിരുന്നു അതിനെയൊക്കെ മാറണം, ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ. അപ്പോൾ എവറിത്തിങ് ഈസ് ന്യൂ ടു മീ. ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് ഇത് കഴിക്കാം, ഇത് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇത് കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും പറ്റുമോ, ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓഫ് ദ ചാർട്ടാണ്. പക്ഷേ അതിനെ എല്ലാത്തിനെയും ടൈം ചെയ്യാൻ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഹാൻഡിൽഡ് ഇറ്റ് അലോൺ. നോ നെവർ. ഐ ഹാഡ് മൈ സപ്പോർട്ട് ഗ്യാങ്ങിനേക്കാൾ ഉപരി എനിക്കൊരു സിംഗിൾ പേഴ്സൺ ഉണ്ടായിരുന്നു ടു റെഗുലേറ്റ് മീ, മൈ ബ്രദർ. സോ ഐ ഓവർകേം ഓൾ ദിസ്. ഇനി എനിക്കറിയേണ്ടത്, പഠിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് പോകുന്നു, അത് ഭയങ്കര സൂപ്പറാണ്. മാസമാണ് അതിനെപ്പറ്റി മാസമൊന്നുമല്ല. സോ ഇറ്റ്സ് നത്തിങ്. I was already teaching in RTM as a music instructor. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കവേ ഇങ്ങനെ ഒരു ലെറ്റർ, അതും എൻ്റെ ചേട്ടൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ഹീ സോ സം ന്യൂസ് പേപ്പർ കട്ടിങ്. ETL ഇൻസ്ട്രക്ടറായിട്ടുള്ളൊരു കോൾ ഉണ്ട്, കേന്ദ്ര വിദ്യാലയ AFS ആക്കുളം കണ്ടപ്പോൾ നമ്മൾ സൂപ്പർ, നമ്മുടെ സ്കൂൾ, നമ്മൾ പഠിച്ച സ്കൂൾ. ആൻഡ് എനിക്ക് അവിടെ പഠിപ്പിക്കാൻ കയറണം അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഇല്ല. ഐ എം എ വെരി പാഷനേറ്റ് ടീച്ചർ. എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. കുട്ടികൾ മാത്രമല്ല, റെസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഐ ലൈക്ക് ടു ടോക്ക് ടു പീപ്പിൾ. എന്തോ ഐ ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം അറിയാമെന്ന് പറഞ്ഞാൽ മറ്റേ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് അറിയാം അങ്ങനെയല്ല, എനിക്കത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇഷ്ടമാണ്. ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുക, അവർക്കത് മനസ്സിലാക്കുക, അത് മനസ്സിലായോ, ആ ഒരു റെസണൻസ് അവർക്ക് മനസ്സിലായല്ലേ, സൂപ്പർ, ആ ഒരു കണക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിഡ്സ് ആയാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. അപ്പോൾ ഐ എം എ വെരി പാഷനേറ്റ് ടീച്ചർ. പക്ഷേ ETL ഇൻസ്ട്രക്ടർ എന്നുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ ഇറ്റ് വാസ് മോർ അബൌട്ട് ലൈക്ക് ഇൻസ്പയറിംഗ് കിഡ്സ് ത്രൂ സയൻസ്. അപ്പോൾ ഐ വാസ് സൂപ്പർ, ഐ ലവ് സയൻസ്, ഐ ലവ് മാത്ത്. സോ ഐ വാസ് ലൈക്ക്, ഓക്കെ, വൈ നോട്ട്, ഐ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ആൻഡ് ഐ വാസ് ലൈക്ക്
അരേ എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമേ ഇല്ല. എനിക്കെൻ്റെ ടീച്ചേഴ്സിനെ കാണാം, ബിക്കോസ് അവർ എന്നെ മോൾഡ് ചെയ്ത ടീച്ചേഴ്സാണ്. എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ എനിക്ക് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉള്ള, എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ സ്കൂളാണ്. എൻ്റെ ടീച്ചേഴ്സും അവിടുത്തെ എൻവയോൺമെൻറ്റും ഞാൻ എന്തൊക്കെ എൻ്റെ സ്കിൽസ് എക്സ്പ്ലോർ ചെയ്തു അതൊക്കെ സ്കൂളിൽ നിന്നാണ്. അതുകൊണ്ട് ഐ ഹാവ് എ ഹ്യൂജ് അറ്റാച്ച്മെൻറ്റ്. അതുപോലെ വെൻ ഐ വാസ് സിക്ക്, there were a lot of expenses, went of the 15 to 20 lakhs nearby. അപ്പം എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ ടീച്ചേഴ്സ് ഇനിഷ്യേറ്റീവ്സ് റോസാണോ റേസാണോ sorry, ignore that. So they collected money. There were a lot of people. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഒരു ഡിഫറെൻറ്റ് തിങ് ആണ്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ആരും ഉണ്ടാവണമെന്നില്ല, വി ആർ ദ വൺ ഹു ഈസ് ഫേസിങ് ഇറ്റ്, നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് സോ മെനി പീപ്പിൾ ഇൻ മൈ ലൈഫ്. പക്ഷെ അതിനെ കംപ്ലീറ്റ്ലി മറിച്ചുകൊണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് ഇൻസിഡൻറ്റ്. ദെർ വർ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് പേര് എനിക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നു, ഒരുപാട് പേര് എനിക്ക് ബ്ലഡ് തരുന്നു. എൻ്റെ ഓ നെഗറ്റീവ് ബ്ലഡാണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു ക്ഷാമവും ഇല്ല. എന്നെ അറിയാന്നുള്ള ആൾക്കാർ എങ്ങനെയും അറിഞ്ഞാലും ദർ ട്രാവലിംഗ് ദൂരെ നിന്നൊക്കെ വന്നാണ് എനിക്ക് ബ്ലഡ് വന്നിട്ട് പോകുന്നതും, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു മൈ പോയിന്റ്, മൈ സ്കൂൾ ഓൾസോ ഹെൽപ്പ് മീ. എൻ്റെ ടീച്ചേഴ്സ്, സ്പെസിഫിക് ടീച്ചേഴ്സൊക്കെ വന്ന് എന്നെ കണ്ട് അവരെൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞ് ആണ് അവർ പോയിട്ടുള്ളത്. ബിക്കോസ് വി ഹോൾഡ് ദ സെയിം ബോട്ട്. അപ്പോൾ അവിടെ ഒരു ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ലൈക്ക് ഓക്കെ ചലോ. ആൻഡ് വെൻ ഫോർ ദ ഇൻ്റർവ്യൂ, ആൻഡ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കുറേ നാളായി, ബിക്കോസ് അപ്പോഴും ഞാൻ നോർമൽസി കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ വാസ് didn't go very well. It was okay. But then maybe I was an ex-student. I got the job. And yeah, I started to work as a teacher with my teachers. That was a fantastic experience. I'm still working. That is a fantastic experience. And പണ്ടത്തെ ടീച്ചേഴ്സ്, എന്നെ 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ്, അത് മാസമൊന്നുമില്ല, അതൊക്കെ അവരുടെ റിഫ്ലക്ഷനാണ്, മനസ്സിലായില്ലേ? They are proud, they are happy. I'm happy that they are happy. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എൻ്റെ കൂടെയാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത ഐ ഹാവ് ഓൾസോ പോസ്റ്റഡ് ഇൻ മൈ ദിസ് തിങ്. എന്നെ സംസ്കൃതം പഠിപ്പിച്ച സാർ, അവരുടെ കൂടെ ഞാൻ പണ്ട് ആ ഒരു മീമല്ല അത്, ആ ഒരു വാട്ട് യു സേ തിങ് വാസ് വെരി വൈറൽ ഇൻ സോഷ്യൽ മീഡിയ. ഓണത്തിന് ഒരുമിച്ചിരുന്ന് സ്റ്റുഡൻറ്റ് ടീച്ചറായിട്ട് കഴിച്ചിട്ട് ദെൻ യു ബിക്കം ദ ടീച്ചർ ആൻഡ് യു ആർ ഷെയറിങ് ദ സെയിം സീറ്റ്. That was very nice, and all credit goes to them because that was the environment which I was brought up in. So giving back something I got. അതിലും പാടാണ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻസ്ട്രക്ടറായിട്ട്. അത് പാടായിരുന്നോന്ന് ചോദിച്ചാൽ പാടല്ല, അതൊരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രൗഡായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. RTM is a online platform. It's a edtech company. മ്യൂസിക് പഠിപ്പിക്കും, പല ടൈപ്പ് ഓഫ് മ്യൂസിക്, ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, ഫിലിം സോങ്, വെസ്റ്റേൺ എല്ലാം പഠിപ്പിക്കുന്ന വളരെ റിനൗണ്ട് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ ഉണ്ടല്ലേ, സോനു നിഗം, ചിത്രാമ്മ, അരുണ സായിറാം, ഇങ്ങനത്തെ ആൾക്കാരുടെ ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം അതിൽ ഒരു ഇൻസ്ട്രക്ടർ ആവാൻ പറ്റുക, ഇറ്റ്സ് ഗുഡ് ഉള്ളി, ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആൻഡ് RTM വാസ് വെരി നൈസ്. ഐ ലവ് അഗെയിൻ ടീച്ചിങ് ആൻഡ് ഐ ഹാഡ് സോ മെനി സ്റ്റുഡൻസ് ഇൻ ആൻഡ് അറൗണ്ട് ദി ഗ്ലോബ്. അതും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം അതെ അതെ ആണ് എക്സാക്ട്ലി, യു ആർ റൈറ്റ്. അപ്പം അതും ഇതും കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2025 വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ്. അപ്പം ഈ 23-ൽ ഞാൻ ഈ മരിച്ചിരുന്നെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യല്ലോ. അപ്പോൾ ദർ വാസ് എ റീസൺ വൈ. സോ ദിസ് ഇസ് ദ റീസൺ ഐ ഹാഡ് ടു എക്സ്പീരിയൻസ് സോ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ഐ ഹാഡ്. റീസണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു 18 തൊട്ട് 24 വയസ്സിന് ഇടയിലുള്ളൊരു ഗേള്, ഈ ഗേളെന്നല്ല ആരാണെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ അവർക്ക് കൊടുക്കാൻ? അഡ്വൈസ് എന്ന് പറയുന്നത്, കാരണം ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരുപാട് ചിലപ്പോൾ ജീവിതകാലം മൊത്തം നീണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു പ്രായമാണ്. അതിലൂടെ ഇങ്ങനൊരു ജേണിയിൽ പോയാൽ തനിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ്? ഞാൻ ഒരിക്കലും അങ്ങനെ പ്രീച്ച് ചെയ്യുന്ന ഒരു ആളായിട്ട് കണ്ടിട്ടില്ല അജൻ. ലൈക്ക് യു ചൂസ് ദിസ് പാത്ത്, യു വിൽ ബി സക്സസ്ഫുൾ. യു ചൂസ് ദിസ്, റെസണേറ്റ് വിത്ത് വാട്ട് യു വാണ്ട് ടു.
you should have an internal alignment, what you want. So listen to yourself. Because growing up, I had so many things in the plate. എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സ്പോർട്സിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്താൽ എനിക്ക് വേണമെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആവാമായിരുന്നു. NCCയിൽ കുറച്ചുകൂടെ ഞാൻ NCCയിൽ ഇതാവുമായിരുന്നു. എനിക്ക് എയർഫോഴ്സിൽ ഐ ലവ് യൂണിഫോം, ഐ ലവ് കമാൻഡിങ് ദിസ് തിങ്, ഐ ഹാഡ് ദി കമാൻഡ് എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ എനിക്ക് എയർഫോഴ്സിൽ ഒരു ഒഫീഷ്യൽ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് അണ്ടർലൈനിങ്ങിൽ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു മ്യൂസീഷ്യനാണ്. അപ്പം എനിക്ക് എല്ലാ സംഭവവും ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. പക്ഷെ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ ജേർണി നമ്മളെ പഠിപ്പിക്കും. ഇഫ് യു വോണ്ട് ടു നോ വാട്ട് യു വോണ്ട് ടു ബി, റൈറ്റ്? ആ അലൈൻമെൻ്റ് ആണ് നമ്മൾ ഫണ്ടമെൻ്റലി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എടാ മാർക്സ് ആർ ഇമ്പോർട്ടൻറ്റ്, വാട്ട് എവർ യു ഹാവ് ടു പാസ് ഫെയിൽ. പക്ഷേ നീ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് ബിയോണ്ട് ദീസ് തിങ്സ്. ബേസിക് കാര്യങ്ങൾ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എന്താണ് നമ്മൾ കഴിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ ബോഡി റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം. ഫണ്ടമെൻ്റലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന പാത്തെടുത്താൽ നീ സക്സസ്ഫുൾ ആകും. ഇതൊക്കെ അസംഷൻസ് ആണ്, ആവാം ആവാതിരിക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ കുട്ടിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സ്വയം ഒരു ബോധം വേണം. ദാറ്റ് ഞാനും ഇതൊക്കെ എനിക്ക് എന്നിൽ കമ്പയർ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഐ വാസ് എ ഫ്രൈറ്റൻഡ് കിഡ്. അയ്യോ ഞാൻ എന്തെടുത്താൽ സക്സസ്ഫുൾ ആവും, പാട്ടെടുത്താൽ സക്സസ്ഫുൾ ആവില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ലോട്ട് ഓഫ് മ്യൂസീഷ്യൻസ് അത്. അപ്പം സിംഗിങ്ങിലൂടെ ഹൗ വിൽ ഐ ഫൈൻഡ് ഗുഡ് ഏർണിംഗ്? അപ്പം കുറച്ചുകൂടെ സേഫറായിട്ട് യു ഗോ ഫോർ എ ഗവൺമെൻറ് ജോബ് ഓർ യു ഗോ ഡു ദിസ്. അപ്പം നമ്മളുടെ റെസണൻസിൽ നമ്മൾ മാറി, ഓക്കെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ അലൈൻ ആവണമെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ റെസണേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു ഫ്രിക്ഷൻ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത്, അതിന് നമുക്ക് എന്താണ് നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അതാണ് ഞാൻ കാണുന്നത്. എല്ലാവരും മാം എനിക്ക് എന്തെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് പ്രൊഫഷൻ, മാം ഇപ്പം മ്യൂസിക് എടുക്കല്ലേ. അപ്പം അരേ യാർ, മ്യൂസിക് എന്ന് പറയുന്ന സംഭവം ഞാൻ ഇത്രയും ഒരു ഡ്രെഡ്ഫുൾ അവസ്ഥയിലോട്ട് പോയപ്പോഴാണ് ഐ ഹാഡ് ദിസ് ഇന്റേണൽ അലൈൻമെന്റ് ഓർ ഐ ഫെൽറ്റ് അലൈവ്. ഇതാണ് എൻ്റെ തിങ്. ഐ ഫെൽറ്റ് ദാറ്റ് ഏർലി ഇൻ മൈ ഏജ് ബിക്കോസ് ഓഫ് ദ ഇൻസിഡൻസ് ഐ ഹാഡ്. എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പം കുട്ടികൾക്ക് പൊതുവേ ഞാൻ ഈ ഒരു പ്രായത്തിൽ വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, പേടി, അയ്യോ ഞാൻ എവിടെ എത്തും എൻ്റെ ജീവിതത്തിൽ, ഞാൻ അങ്ങനെയൊന്നും. പ്ലീസ് ignore that. You be here, you do what is supposed to be done, life will happen to you. You just have to strongly believe or think that okay എന്നുമായിട്ട് അലൈൻ ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എനിക്കുമായിട്ടൊരു അലൈൻമെൻറ്റ് വേണം. അത് എൻ്റെ ബോഡിയിൽ ഒരു തരം ഫ്രിക്ഷനോ ഒരു ബുദ്ധിമുട്ടോ ഒരു വേസ്റ്റ് ഓഫ് ടൈമോ ഒരു റിഗ്രറ്റോ ഉണ്ടാക്കി എടുക്കരുത്. എനിക്കൊരു നല്ല ഒരു ലൈഫ് എക്സ്പീരിയൻസ് വേണം എന്ന് വരുമ്പോൾ തിങ്സ് വിൽ ഹാപ്പൻ. യു ജസ്റ്റ് ഹാവ് ടു ഹാവ് ദ തോട്ട്. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ തോട്ട്. ഹാവ് ഗുഡ് തോട്ട്സ്, റീഡ് ഗുഡ് ബുക്സ്, എക്സ്പീരിയൻസ് ലൈഫ്, ഈറ്റ് ഗുഡ് തിങ്സ്. ഇതൊക്കെ ആയിരിക്കും എൻ്റെ അഡ്വൈസ്. മനസ്സിലായില്ലേ? അതർ ഡിസീസസ് വിൽ ഹാപ്പൻ ഈവൻ ഇഫ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പണ്ടൊന്നും ജങ്ക് ഫുഡ് കഴിക്കില്ല. വീട്ടിൽ ഇഷ്ടമല്ല. എൻ്റെ അച്ഛൻ വാസ് വെരി സ്ട്രിക്റ്റ് അബൌട്ട് ദാറ്റ്. ഹി വിൽ കുക്ക് വാട്ട് ഫുഡ് യു നീഡ്, യു ടെൽ മീ, ഐ വിൽ കുക്ക് ഇറ്റ് ഫോർ യു, ബട്ട് ഡോണ്ട് ഈറ്റ് ഫ്രം ഔട്ട് സൈഡ്. അപ്പോൾ ഞാൻ കുഞ്ഞിലെ തന്നെ അങ്ങനെ കഴിക്കില്ലായിരുന്നു, അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു ഡിസീസ് വന്നു. അപ്പോൾ ഐ വാസ് ഓൾസോ ഇന്റേണലി ക്വസ്റ്റ്യൻ, ഞാൻ ഇത്രയും നടന്നിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ്, ദെൻ ഐ വിൽ ബി റോങ്, ദെൻ എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെ പോകുന്നത്, ദെൻ ഐ വിൽ ബി റോങ്. അങ്ങനെയല്ല. അങ്ങനത്തെ തോട്ട്സൊക്കെ ആ തോട്ട്സ് മനസ്സിലാക്കാനുള്ള ഒരു കോൺഷ്യസ്നെസ് വരണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ലൈഫ്. സോ ബ്രീത്ത് വെൽ, ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ, ഇങ്ങനത്തെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ ചെയ്ത് പോവുക. പാഷൻ നമുക്കൊരു സാധനത്തിനോടൊരു അഫിനിറ്റി വേണം, ഒരു പാഷൻ വേണം. അതില്ലെങ്കിൽ ചിലപ്പം യു വിൽ ഫീൽ ദാറ്റ് യു ആർ ലോസ്റ്റ് ആൻഡ് യു വിൽ ബി വെരി കൺഫ്യൂസ്ഡ്. യു ഫൈൻഡ് ദാറ്റ് പീസ്ഫുൾ. പാഷനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ 30 വയസ്സിൽ ആർച്ചാനെ എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും. അയ്യോ അങ്ങനെയൊന്നും ചോദിക്കരുത് അജുൻ. ദാറ്റ് ഈസ് എ വെരി വേഗ് ക്വസ്റ്റ്യൻ ഫോർ മീ. നാളെ എന്ത് സംഭവിക്കുന്നു പോലും എനിക്കറിയില്ല.
പക്ഷേ ഇഫ് യു വോണ്ട് മീ ടു ആൻസർ ദ വേ യു വോണ്ട് മീ ടു, ആക്ച്വലി എനിക്ക് വേയൊന്നുമില്ല, എനിക്ക് അറിയണം. 5 yearsൽ ഐ തിങ്ക് യു ക്യാൻ സീ മീ ആസ് എ ലിറ്റിൽ മോർ, എന്താ പറയുക, peaceful person, a person who is trying more to align with music, healing, a thirsty, knowledge craving human, and മ്യൂസിക്കിൽ എക്സലൻസി ത്രൈവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഹ്യൂമൻ, കൈൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ, പല പല ആർട്ട് ഫോംസ് എക്സ്പ്ലോർ ചെയ്ത് അതിൽ എന്താ പറയുക, ഹൈ അല്ലെങ്കിൽ എക്സ്റ്റസി കാണുന്ന ഒരു ഹ്യൂമൻ, സ്പിരിച്വൽ ഡിവിനിറ്റിയിലോട്ട് അലിഞ്ഞു ചേരാൻ നോക്കുന്ന ഒരു ഹ്യൂമനായിട്ട് മേ ബി ക്യാൻ സേ മീ. ട്രൈങ്, ഓക്കെ, ഒന്നും നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫൈനൽ വേർഡ്സ് ഉണ്ടോ? ഫൈനൽ വേർഡ്സ് ഒന്നുമില്ല. ദിസ് ഇസ് ജസ്റ്റ് എ സ്നീക്ക് പീക്ക് ഓഫ് my life. We are doing a video on me. Many people are facing many things. Okay, I'm correcting myself again. Not many people. Everyone will face something or the other. It is good. Athre ullu. It is good. You just have to face it. You will face it the hard way. Then very good. Face it the hard way. It is extremely difficult. Excellent. Face it the extremely difficult way. പക്ഷേ ഹോൾഡ് ഓൺ, ജസ്റ്റ് ഗോ. അത് കഴിയട്ടെ. അത് കഴിയുമ്പോൾ എൻഡിൽ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ വരും, ഒരു കൺക്ലൂഷൻ പോലെ. അത് പെർസ്പെക്റ്റീവ് ചേഞ്ചസ് ആവും, ലൈഫ് ചേഞ്ചിങ് പെർസ്പെക്റ്റീവ് ചേഞ്ചസ് ആയിട്ട് അത് മാറും. യു വിൽ ഹാവ് എന്താ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നിന്ന്, ബ്ലാക്കും വൈറ്റും കളർ മാത്രം കണ്ടുവന്ന ഒരു ഹ്യൂമൻ പെട്ടെന്ന് മറ്റേ സകല പാലറ്റ്സും കാണുന്ന പോലെ, പല പല കളേഴ്സ് കാണുന്ന പോലെ ലൈഫിനെ കാണാൻ തുടങ്ങും, എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട്. സോ ബ്രീത്ത്, എവ്രിവൺ, ലിവ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കഥ ഇത്രയും നേരം കണ്ട ഒരാൾക്ക് മനസ്സിലാവും ഈ കഥയുടെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങൾ എല്ലാവരും ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ താങ്ക് യു. അനൽ മേലെ പനിത്തുളി, അலை പായും ഒരു കിളി, മരം തേടും മഴത്തുളി, ഇവൈതാനേ ഇവളിനി, ഇമയിരണ്ടും തനിത്തനിയേ, ഉറക്കങ്ങൾ ഉரைப்பனி, எதற்காக தடை நீ? அனல் மேலே பனித்துளி, அலை பாயும் ஒரு கிளி, மரம் தேடும் மழைத்துளி, இவைதானே இவளினி, இமைரண்டும் தனித்தனி, உறக்கங்கள் உரைப்பனி, எதற்காக தடை